ഹായ് ഗൈസ്, വൺസ് അപ്പോൺ എ ടൈമിനെ പറ്റി പറഞ്ഞേക്കാട്ട് നല്ലത് ഏതൊരു പട്ടിക്കും ഒരു ദിവസം വരും എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അതിവിടെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് ചെറുതിലെ എൻ്റെ അമ്മ എനിക്ക് നല്ല വിയർപ്പിന്റെ നാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ ആവുമ്പോ ക്രീം റോള് മറ്റത് മറിച്ചതൊക്കെ നമ്മളെ കാണും. പക്ഷെ ആ സമയത്ത് വിയർപ്പ് നാറ്റം മാറ്റാനായിട്ട് നല്ല തേച്ച് വരച്ച് കുളിച്ച്, എന്നാലും എനിക്ക് വിയർപ്പ് നല്ല നാറ്റമായിരുന്നു, നല്ലൊരു വിയർക്കുമായിരുന്നു. എന്നെ വിയർപ്പ് എന്ന് പറയുന്നത് എന്നെ വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ അമ്മ എൻ്റെ ഒരു ബന്ധുവിൻ്റെ അടുത്ത് ചോദിച്ച്, അവരെന്തോ ഗൾഫിലൊക്കെ പോകുന്ന ഭയങ്കര പുത്തൻ കാശുകാരാണ്, ചേച്ചി ഇങ്ങനെ ഒരു മുല്ലപ്പൂവിന്റെ സെന്റ് തരുമോ, കൊച്ചിന് സ്കൂളിൽ പോകുമ്പോ തേച്ചിട്ട് പോകാനാണ്, ഭയങ്കര വിയർപ്പ് നാറ്റമാണ്. അപ്പൊ അവര് പറഞ്ഞൊരു ഡയലോഗുണ്ട്, നിന്റെ മോള് അല്ലെങ്കിൽ നിന്റെ കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ സ്കൂളിൽ പോകാനായിട്ടാണോ എൻ്റെ അണ്ണൻ അങ്ങന്ന് മുല്ലപ്പൂവിന്റെ സെന്റും കൊട്ടയ ചുമന്നത് തരുന്നത്. ഇപ്പൊ എന്തോന്ന് 5 രൂപന്റെ എന്തോന്ന് സന്തൂറോ മെഡിമിക്സോ പിന്നെ എന്തൊക്കെയോ കുട്ടിക്കൂറയുടെ സോപ്പുണ്ട്, അല്ലെങ്കിൽ കൂറേന്റെ പൗഡറുണ്ട്, അത് കഷത്തിങ്ങനെ ഇട്ടാൽ മതി, വീർപ്പ് നാറ്റം പോവെന്നും പറഞ്ഞു. അവരൊക്കെ ഇപ്പൊ എവിടെ എത്തിയെന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇവിടെ എത്തിയത് ഞാൻ കാണിച്ചുതരാം. കമോൺ. ഇന്ന് ഗിഫ്റ്റ് കിട്ടിയും സ്വന്തം കാശിൽ മേടിച്ചും കൊളാബ് കിട്ടിയും എനിക്ക് ഒരുപാടധികം സാധനമുണ്ട്. ചിന്നയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒരുത്തരടത്തും ഒരു മുല്ലപ്പൂന്റെ സെന്റ് തരുമോ, അല്ലെങ്കിൽ അത് വരികയും ശ്രദ്ധിക്കേണ്ട ഒരു ഗതികേടുമില്ല. അവരെന്ന് പറഞ്ഞ ഡയലോഗ് വേറൊന്നുമുണ്ട്, നിനക്ക് കരിക്കം മുരിക്കന 3 മക്കളില്ലേ, അവർ പറഞ്ഞ എന്തെങ്കിലും പുറത്ത് വീട് കൊണ്ടുവരും. ഇന്നിപ്പോ ഇങ്ങനെയുള്ള ആപ്പ സാധനം മേടിക്കാനൊന്നും അങ്ങനെ പോകേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ മറിഞ്ഞിരിക്കണമെന്ന് വെച്ചത് ഏത് ഒരു ദിവസം വരെ